90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന് ട്യൂഷൻ പഠിക്കാം. UDF-ൽ രണ്ടാം ഘട്ട സീറ്റ് വിഭജന ചർച്ചകൾ ഇന്ന് തുടങ്ങും. 12 സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച് PJ ജോസഫ്. കോട്ടയത്ത് പാലാ ഒഴികെ കഴിഞ്ഞ തവണ മത്സരിച്ച എല്ലാ സീറ്റുകളും വേണമെന്ന് ജോസഫ് 24നോട്. PC ജോർജിന്റെ മുന്നണി പ്രവേശനം എതിർക്കില്ല. കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കത്തിനെതിരെ മുന്നറിയിപ്പുമായി PJ ജോസഫ്. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന്. മുന്നണി മാറ്റത്തിന് അനുമതി തേടി മാണി സി കാപ്പൻ ഇന്ന് ശരത് പവാറിനെ കാണും. UDF പ്രവേശനത്തിന് ഔദ്യോഗിക അനുമതി തേടും. അന്തിമ തീരുമാനം ഇന്നോ നാളെയോ ഉണ്ടാകും. ചർച്ചകൾക്കായി TP പീതാംബരനും ഡൽഹിയിൽ. 8 ജില്ലാ കമ്മിറ്റികൾ ഒപ്പമുണ്ടെന്ന് മാണി സി കാപ്പൻ വിഭാഗം. പാലായിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ജോസ് വിഭാഗം. മാണി സി കാപ്പന്റെ മുന്നണി മാറ്റം ഇടതുമുന്നണിക്ക് തിരിച്ചടിയാകില്ലെന്ന് N ജയരാജ് MLA. സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടന്ന് ഇടതുമുന്നണി. CPIM CPI ഉഭയകക്ഷി ചർച്ച ഇന്ന്. തന്ത്രങ്ങൾക്ക് രൂപം നൽകാൻ CPIM സംസ്ഥാന ശില്പശാല ഇന്ന്. സംസ്ഥാന സമിതി അംഗങ്ങളും ജില്ലകളിലെ മുതിർന്ന നേതാക്കളും പങ്കെടുക്കും. CPI സംസ്ഥാന കൌൺസിലും ഇന്ന് ചേരും. കൊടുവള്ളിയിൽ കാരാട്ട് റസാഖ് ഇടത് സ്ഥാനാർത്ഥിയാകും. മത്സരിക്കാൻ CPIM നിർദ്ദേശം നൽകിയെന്ന് റസാഖ് 24നോട്. സ്വർണ്ണക്കടത്ത് വിവാദങ്ങൾ ജനവിധിയെ ബാധിക്കില്ലെന്നും ലീഗ് കോൺഗ്രസ് വോട്ടുകൾ തനിക്ക് ലഭിക്കുമെന്നും കാരാട്ട് റസാഖ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് താരപ്രചാരകരെ ഇറക്കാൻ BJP. കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മുഖ്യമന്ത്രിമാരും കേരളത്തിലേക്ക്. പ്രകടന പത്രിക തയ്യാറാക്കാൻ മഹാഗൃഹസമ്പർക്ക പരിപാടി. BDJS മത്സരിച്ച 5 സീറ്റുകൾ ഏറ്റെടുക്കാൻ BJP. കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകൾ വേണമെന്ന് BDJS. രാജ്യത്ത് തുടർച്ചയായ 4ാം ദിവസവും ഇന്ധനവില കൂട്ടി. പെട്രോളിന് 25 പൈസയും ഡീസലിന് 32 പൈസയുമാണ് കൂട്ടിയത്. നഗരങ്ങളിൽ പെട്രോൾ വില 90 രൂപയിലേക്ക്. ഈ മാസം ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത് 6ാം തവണ. ഫെബ്രുവരിയിൽ മാത്രം പെട്രോളിനും ഡീസലിനും വർദ്ധിപ്പിച്ചത് 2 രൂപയോളം. കേരള ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കത്തെ എതിർത്ത് അഡീഷണൽ സെക്രട്ടറി. നീക്കം സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നും നടപടിക്രമങ്ങൾ പാലിക്കാതെയെന്നും കേരള ബാങ്ക് സിഇഒയ്ക്ക് കത്ത്. രേഖകൾ 24ന്. മുൻ PSU ചെയർമാൻ ഡോക്ടർ KS രാധാകൃഷ്ണന്റെ അധിക പെൻഷനും ആനുകൂല്യങ്ങളും തിരിച്ചുപിടിക്കാൻ സർക്കാർ. തീരുമാനം ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ. പെൻഷനും ആനുകൂല്യങ്ങളും ഇരട്ടിയാക്കി നൽകിയത് മുൻ UDF സർക്കാർ. സംസ്ഥാനത്ത് PSC ഉദ്യോഗാർത്ഥികളുടെ സമരം തുടരുന്നു. പ്രതിപക്ഷ സംഘടനകളുടെ പിന്തുണയോടെ സമരം ശക്തമാക്കാൻ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷനുകൾ. പിന്തുണയുമായി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പ്രതിപക്ഷ യുവജന സംഘടനകളുടെ മാർച്ച് ഇന്നും. ടൈറ്റാനിയത്തിലെ ഫർണസ് ഓയിൽ ചോർച്ചയിൽ കമ്പനിക്കെതിരെ മലിനീകരണ നിയന്ത്രണ ബോർഡ്. ചോർച്ച അറിയിക്കാൻ കമ്പനി വൈകിയെന്ന് കലക്ടർക്ക് റിപ്പോർട്ട്. കടൽ തീരത്ത് 4 കിലോമീറ്റർ ചുറ്റളവിൽ എണ്ണ പടർന്നു. കടലിൽ എണ്ണ വ്യാപിച്ചു എന്നറിയാൻ പരിശോധന തുടരുന്നു. ബോളിവുഡ് താരം സണ്ണി ലിയോണിനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തു. നടപടി പെരുമ്പാവൂർ സ്വദേശിയുടെ പരാതിയിൽ. അറസ്റ്റ് വസ്തുതകൾ പരിശോധിച്ച ശേഷം മാത്രമെന്ന് ക്രൈംബ്രാഞ്ച് SP 24നോട്. സണ്ണി ലിയോണിന്റെ ഭർത്താവ് ഡാനിയൽ വെബറും കേസിൽ പ്രതി. സംസ്ഥാനത്ത് കോവിഡ് വാക്സിൻ വിതരണത്തിന്റെ 2ാം ഘട്ടത്തിന് തുടക്കം. 2ാം ഘട്ടത്തിൽ വാക്സിൻ വിതരണം ചെയ്യുന്നത് പോലീസ്, മറ്റ് സേനാ വിഭാഗങ്ങൾ, മുനിസിപ്പാലിറ്റി ജീവനക്കാർ, റവന്യൂ, പഞ്ചായത്ത് ജീവനക്കാർ എന്നീ വിഭാഗങ്ങളിലെ കോവിഡ് മുൻനിര പോരാളികൾക്ക്. ആരോഗ്യ പ്രവർത്തകരുടെ വാക്സിനേഷൻ അന്തിമഘട്ടത്തിൽ. സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് രജിസ്റ്റർ ചെയ്ത കേസിൽ വിധി ഇന്ന്. കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി വിധി പറയുക. കോഴിക്കോട് സ്വദേശി അബ്ദുൾ മജീദിൽ നിന്ന് സോളാർ പാനൽ സ്ഥാപിക്കാൻ സരിതയും ബിജു രാധാകൃഷ്ണനും 42 ലക്ഷത്തിലധികം രൂപ വാങ്ങിയെന്ന കേസ്. ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ മഞ്ഞുമല ഇടിഞ്ഞുണ്ടായ അപകടത്തിൽ 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 34ആയി. 200ഓളം പേരെ കാണാതായെന്ന റിപ്പോർട്ട്. പ്രദേശത്ത് DRDO സംഘത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന തുടരുന്നു. കേന്ദ്ര വിഹിതം ലഭിക്കാൻ സംസ്ഥാനങ്ങൾക്കെതിരെ നിലപാട് കർശനമാക്കി കേന്ദ്രം. അടുത്ത സാമ്പത്തിക വർഷം മുതൽ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കേന്ദ്ര സർക്കാർ. കൈപ്പറ്റിയ വിഹിതത്തിന്റെ യൂട്ടിലൈസേഷൻ വിവരങ്ങൾ അടിയന്തരമായി നൽകാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകും. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് സർക്കാർ. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപണം. ഹർജിയിൽ വിധി ഈ മാസം 16-ന്.
വഴി തടയലിന് പിന്നാലെ ട്രെയിൻ തടയൽ സമരം പ്രഖ്യാപിച്ച് കർഷക സംഘടനകൾ. ഈ മാസം 18-ന് രാജ്യവ്യാപകമായി റെയിൽ റോക്കോ സമരത്തിന് ആഹ്വാനം. നിയമം പിൻവലിക്കില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ പ്രക്ഷോഭം കടുപ്പിക്കും. ലോക്സഭയിലെ ബജറ്റ് ചർച്ചകളിലും കർഷക സമരം ഉന്നയിക്കാൻ പ്രതിപക്ഷം. ദേശീയ വാർത്തകൾ. കിഴക്കൻ ലഡാക്കിലെ പാങ്ഗോങ് തടാകത്തിന് സമീപത്തു നിന്ന് പിന്മാറ്റം ആരംഭിച്ച ഇന്ത്യൻ ചൈനീസ് സേനകൾ. നടപടി 9ാം വട്ട കമാൻഡർ തല ചർച്ചകൾക്ക് ശേഷം. സേനാ പിന്മാറ്റം സ്ഥിരീകരിച്ച് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം. 10ാം ഘട്ട സൈനികതല ചർച്ച ഈ മാസം അവസാനം നടത്താനും ധാരണ. VK ശശികലയ്ക്കും TTV ദിനകരനും AIADMKയിൽ സ്ഥാനമുണ്ടാവില്ലെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി. AIADMK ഒരിക്കലും ഇവർക്ക് മുന്നിൽ തലകുനിക്കില്ല. പ്രതികരണം പ്രചാരണ പ്രസംഗത്തിനിടെ. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന വാർത്ത തള്ളി ഗുലാം നബി ആസാദ്. പാർട്ടി സ്ഥാനങ്ങൾ താൻ ആഗ്രഹിക്കുന്നില്ല. ലഭിച്ച അവസരങ്ങളിൽ സംതൃപ്തനാണെന്നും ജീവനുള്ള കാലത്തോളം താൻ പൊതുപ്രവർത്തന രംഗത്ത് തുടരുമെന്നും ഗുലാം നബി ആസാദ്. രാജ്യത്ത് ഇതുവരെ 6.8 ദശലക്ഷം ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് പ്രതിരോധ വാക്സിൻ നൽകിയെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. രാജ്യത്ത് ഉപയോഗിക്കുന്നത് 2 വാക്സിനുകളും സുരക്ഷിതമാണെന്നും ആരോഗ്യ മന്ത്രാലയം. ഭീമ കൊറേഗാവ് സംഘർഷവുമായി ബന്ധപ്പെട്ട കേസുകളിൽ അറസ്റ്റിലായവർക്കെതിരെ കണ്ടെത്തിയ പ്രധാന തെളിവുകൾ കെട്ടിച്ചമച്ചതാണെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ്. അറസ്റ്റിലായവരുടെ ലാപ്ടോപ്പിൽ മാൽവെയർ ഉപയോഗിച്ച് നുഴഞ്ഞു കയറിയാണ് ഇവ സ്ഥാപിച്ചതെന്നും വാഷിംഗ്ടൺ പോസ്റ്റ് പ്രസിദ്ധീകരിച്ച ഫോറൻസിക് റിപ്പോർട്ടിൽ പരാമർശം. അമേരിക്കൻ സ്ഥാപനത്തിന്റെ പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് NIA. ട്വിറ്ററിനെതിരെ കടുത്ത നടപടിക്ക് കേന്ദ്ര സർക്കാർ. ആവശ്യപ്പെട്ടാൽ മുഴുവൻ അക്കൌണ്ടുകളും മരവിപ്പിച്ചേ മതിയാവൂ എന്നും ഇല്ലെങ്കിൽ ജീവനക്കാരുടെ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് നീങ്ങേണ്ടി വരുമെന്നും മുന്നറിയിപ്പ്. ഇന്ത്യയിൽ പ്രവർത്തിക്കുമ്പോൾ രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കാൻ ട്വിറ്റർ ബാധ്യസ്ഥരാണെന്നും കേന്ദ്രം. ലോകത്ത് റോഡ് അപകടങ്ങളിൽ ഇന്ത്യ 1ാം സ്ഥാനത്തെന്ന് കേന്ദ്രം. അപകടങ്ങൾ കുറയ്ക്കുന്നതിന് രാജ്യത്തെ 40,000 കിലോമീറ്റർ ഹൈവേകളെ സുരക്ഷാ ഓഡിറ്റിന് വിധേയമാക്കുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. ഇന്ത്യയിൽ പ്രതിവർഷം 1.5 ലക്ഷം പേർക്ക് റോഡ് അപകടങ്ങളിൽ ജീവൻ നഷ്ടമാവുകയും 3.5 ലക്ഷത്തിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നതായി റിപ്പോർട്ട്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. മന്ത്രിസഭാ വിപുലീകരണത്തിന് തൊട്ടു പിന്നാലെയാണ് കൂടിക്കാഴ്ച. മുതിർന്ന നേതാക്കളുമായും ചർച്ചയ്ക്ക് സാധ്യത. മിസോറാമിലെ ചമ്പായിൽ ഭൂചലനം 3.1 തീവ്രത രേഖപ്പെടുത്തി. നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 5 വർഷത്തിനിടെ 34,000 കോടി രൂപയുടെ സൈനിക ഉപകരണങ്ങൾ ഇന്ത്യ കയറ്റുമതി ചെയ്തുവെന്ന റിപ്പോർട്ട്. ഏറ്റവും കൂടുതൽ കയറ്റുമതി നടന്നത് 2018-19 വർഷത്തിൽ 10,745 കോടിയുടെ കയറ്റുമതി നടന്നതായി കണക്കുകൾ. മഹാരാഷ്ട്രയിൽ അനധികൃത ഫോൺ രേഖകൾ ചോർത്തൽ സംഘത്തെ അറസ്റ്റ് ചെയ്ത് ക്രൈംബ്രാഞ്ച്. പിടിയിലായത് മുംബൈ, ഡൽഹി, ഫരീദാബാദ്, മംഗലാപുരം എന്നീ നഗരങ്ങളിൽ നിന്നുള്ള 7 പേർ. വ്യാജ ആധാർ കാർഡുകളുമായി നേപ്പാളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ ഇന്ത്യയിലെത്തിക്കുന്ന സംഘത്തിലെ 2 പേർ അറസ്റ്റിൽ. 10 നേപ്പാൾ പൗരന്മാരെയും കസ്റ്റഡിയെടുത്തതായി മുംബൈ ക്രൈംബ്രാഞ്ച്. കേസിൽ അന്വേഷണം തുടരുന്നു. ഹരിയാനയിൽ ഒളിമ്പിക്സ് ഗെയിംസിന് യോഗ്യത നേടിയ കായിക താരങ്ങൾക്ക് തയ്യാറെടുപ്പിനായി 5 ലക്ഷം രൂപ നൽകാൻ മന്ത്രിസഭാ യോഗ തീരുമാനം. സംസ്ഥാന മന്ത്രി കൻവർ പാൽ ഗുജ്ജറാണ് ഇക്കാര്യം അറിയിച്ചത്. കടുവയെ കൊന്നതിന് പാരിതോഷികം പ്രഖ്യാപിച്ച സർക്കാർ. മഹാരാഷ്ട്ര സർക്കാരിന്റെ നടപടിക്ക് സുപ്രീം കോടതി സ്റ്റേ. 2018-ൽ 8 പേരടങ്ങിയ സംഘം കടുവയെ കൊന്നത് നരഭോജി 2018-ൽ 8 പേരടങ്ങിയ സംഘം നരഭോജി കടുവയെ കൊല്ലുകയായിരുന്നു. 3 ഇന്ത്യൻ പർവ്വതാരോഹകർക്ക് വിലക്കേർപ്പെടുത്തി നേപ്പാൾ. നടപടി 2016-ൽ എവറസ്റ്റ് കീഴടക്കിയെന്ന വ്യാജ പ്രചാരണം നടത്തിയതിനെ തുടർന്ന്. രാജ്യത്ത് ബിറ്റ്കോയിൻ ഉൾപ്പെടെയുള്ള ക്രിപ്റ്റോ കറൻസികൾ ഉടൻ നിരോധിക്കുമെന്ന് റിപ്പോർട്ട്. സർക്കാർ തീരുമാനം ക്രിപ്റ്റോ കറൻസികളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ നിർദ്ദേശപ്രകാരം. രാജ്യത്ത് ഇടപാടുകൾക്ക് അനുമതി നൽകുക സർക്കാർ പുറത്തിറക്കുന്ന വെർച്വൽ കറൻസികൾക്ക് മാത്രം. മഹാരാഷ്ട്രയിലെ പാൽഘറിൽ 8 മാസം പ്രായമായ കുഞ്ഞിനെ വിൽക്കാൻ ശ്രമിച്ച കേസിൽ 4 പേർ അറസ്റ്റിൽ. കുഞ്ഞിനെ വിൽക്കാൻ ശ്രമിച്ചത് 5,000 രൂപയ്ക്ക്. അന്തർദേശീയ വാർത്തകൾ. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ടെലിഫോൺ സംഭാഷണം നടത്തി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ഹോങ്കോങ്ങിലെ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ ജോ ബൈഡൻ ആശങ്ക അറിയിച്ചു. അമേരിക്കൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യം. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 2ാം ഇംപീച്ച്മെന്റ് വിചാരണ തുടരുന്നു. ക്യാപിറ്റോൾ ആക്രമണത്തിന്റെ ഗ്രാഫിക് ദൃശ്യങ്ങൾ സമർപ്പിച്ചു. ജനങ്ങൾ കുപ്പികളും കല്ലുകളും കൊണ്ട് ആക്രമിച്ചുവെന്ന് പോലീസ്.
മ്യാൻമറിലെ സൈനിക മേധാവികൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഓങ് സാങ് സൂചി അടക്കമുള്ള നേതാക്കളെ വിട്ടയക്കണമെന്നും അല്ലെങ്കിൽ ഉപരോധം കടുപ്പിക്കുമെന്നും ജോ ബൈഡൻ. ചൈന വിഷയത്തിൽ പെന്റഗണിൽ പുതിയ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് അമേരിക്ക. പസഫിക്കിൽ ചൈനയെ പിന്തിരിപ്പിക്കാൻ US സേന എങ്ങനെ നിലകൊള്ളുന്നുവെന്ന് പെന്റഗൺ ടാസ്ക് ഫോഴ്സ് വിലയിരുത്തും. ചൈനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മുന്നോട്ടുള്ള തീരുമാനങ്ങൾക്ക് ടാസ്ക് ഫോഴ്സ് രൂപീകരണം സഹായകമാകുമെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ. 5 ദിവസം കൊണ്ട് കോവിഡ് ഭേദമാക്കുന്ന ഇൻഹേലർ കണ്ടെത്തിയെന്ന അവകാശവാദവുമായി ഇസ്രായേലി പ്രൊഫസർ. ഇൻഹേലർ രൂപത്തിൽ രോഗികൾക്ക് നൽകിയത് എക്സോ CD24 എന്ന മരുന്ന്. ഇത് 96% ഫലപ്രദമാണെന്നും അവകാശവാദം. ദക്ഷിണ പസഫിക് സമുദ്രത്തിലുണ്ടായ ഭൂചലനത്തെ തുടർന്ന് ഓസ്ട്രേലിയയും ന്യൂസിലൻഡും പുറപ്പെടുവിച്ച സുനാമി മുന്നറിയിപ്പ് പിൻവലിച്ചു. സുനാമി തിരമാലകൾ ലോർഡ് ഹൌവേ ദ്വീപ് തീരങ്ങളെ തൊട്ടില്ലെന്ന് ബ്യൂറോ ഓഫ് മെറ്റീരിയോളജി. സൗദിയിലെ പ്രമുഖ ആക്ടിവിസ്റ്റ് ലുജൈൻ അൽ ഹത്ലോൾ ജയിൽ മോചിതനായി. സൗദി അറേബ്യയ്ക്ക് പുറത്തേക്കുള്ള യാത്രാ വിലക്ക് തുടരും. ലുജൈൻ ജയിൽ മോചിതനാകുന്നത് 1000 ദിവസങ്ങളോളം നീണ്ട ജയിൽവാസത്തിന് ശേഷം. യുറേനിയം നിർമ്മാണം പുനരാരംഭിച്ച് ഇറാൻ. നടപടി 2015 ആണവ കരാർ ലംഘിച്ച്. വാർത്ത പുറത്തുവിട്ട് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. രാജ്യത്തെ കോവിഡ് നിയന്ത്രണങ്ങൾ നീട്ടാനൊരുങ്ങി ജർമ്മനി. നടപടി കോവിഡ് വ്യാപന നിരക്ക് ഉയരുന്ന സാഹചര്യത്തിൽ. യൂറോപ്യൻ യൂണിയന് കീഴിലുള്ള രാജ്യങ്ങളിൽ കോവിഡ് മരണം 5 ലക്ഷം കടന്നു. ശ്രീലങ്കയിൽ കോവിഡ് ബാധിച്ച് മരിച്ച മുസ്ലിങ്ങളെ മതാചാരപ്രകാരം അടക്കം ചെയ്യാമെന്ന് പ്രധാനമന്ത്രി മഹീന്ദ്ര രജപക്സെ. കോവിഡ് മൂലം മരിച്ച എല്ലാവരുടെയും മൃതദേഹം ദഹിപ്പിക്കണമെന്നായിരുന്നു സർക്കാർ തീരുമാനം. ഇളവ് മുസ്ലിം വിഭാഗത്തിന്റെ എതിർപ്പിനെ തുടർന്നു. ആസ്ട്രാസെനക്കയുടെ കോവിഡ് വാക്സിൻ 65 വയസ്സിന് മുകളിലുള്ളവർക്ക് നൽകാമെന്ന് ലോകാരോഗ്യ സംഘടന. റിപ്പോർട്ട് 15 അംഗ സമിതിയുടേത്. പ്രഖ്യാപനം വാക്സിനെ സംബന്ധിച്ച് നിരവധി ചോദ്യങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ. അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദു കുഷിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 4.9 തീവ്രത രേഖപ്പെടുത്തി. നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ടൈ ധരിക്കാൻ വിസമ്മതിച്ച മബോറി വംശജനായ പാർലമെന്റ് അംഗത്തെ പിന്തുണച്ച് ന്യൂസിലാൻഡ് പാർലമെന്റ്. നിലപാട് മാറ്റം. ടൈ ധരിച്ചില്ലെന്ന കാരണത്താൽ റാബിറ്റി വെറ്റിറ്റിയെ പുറത്താക്കിയതിന് തൊട്ടു പിന്നാലെ ടൈക്ക് പകരം മബോറി വംശത്തിന്റെ ഔദ്യോഗിക ലോക്കറ്റ് ധരിക്കാനും പാർലമെന്റ് അംഗത്തിന് അനുമതി നൽകി. അമേരിക്കയിൽ ടിക്ടോക്ക് നിരോധനം നടപ്പിലാക്കാനുള്ള നടപടികൾ നിർത്തിവയ്ക്കാൻ നിർദ്ദേശം നൽകി പ്രസിഡന്റ് ജോ ബൈഡൻ. ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനം പുനഃപരിശോധിക്കുകയാണെന്നും ജോ ബൈഡൻ. ഈജിപ്തിൽ കോവിഡ് പ്രതിരോധത്തിൽ നിർണായക പങ്കുവച്ച ആരോഗ്യ പ്രവർത്തകരെ അഭിനന്ദിച്ച് ഈജിപ്ഷ്യൻ ധനമന്ത്രാലയം. ആദരസൂചകമായി 15 ദശലക്ഷം സ്മാരക നാണയങ്ങൾ വിതരണം ചെയ്തു. സൗദി നിർമ്മിത കോവിഡ് വാക്സിന്റെ ക്ലിനിക്കൽ ട്രയൽ ആരംഭിച്ചു. ആവശ്യമായ വാക്സിൻ നിർമ്മിക്കാനും ഗുണനിലവാരം പരിശോധിക്കാനും വിദേശ കമ്പനികളുമായി കരാർ ഒപ്പുവച്ചതായി അധികൃതർ. ആരോഗ്യ പ്രവർത്തകരുടെ വരവിന് കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തി സൗദി. കൈക്കുഞ്ഞുങ്ങൾക്ക് അനുവദിച്ചിരുന്ന ഓൺ അറൈവൽ വിസ നിർത്തി. ആരോഗ്യ സ്ഥാപനത്തിന്റെ നേരിട്ടുള്ള സ്പോൺസർഷിപ്പിൽ അല്ലാത്തവർക്കും ആരോഗ്യ പ്രവർത്തകരുടെ മാതാപിതാക്കൾക്കും പ്രവേശനം നൽകില്ല. സൗദിയിലെ ഗ്രോസറി കടകളിൽ ഇനി നിരീക്ഷണ ക്യാമറകൾ നിർബന്ധം. എല്ലാ ഉൽപ്പന്നങ്ങളിലും വില രേഖപ്പെടുത്തണം. സേവനം മെച്ചപ്പെടുത്താനുള്ള പദ്ധതിയുടെ ആദ്യഘട്ടം പ്രാബല്യത്തിൽ. പദ്ധതി നടപ്പിലാക്കുന്നത് നഗര ഗ്രാമകാര്യ മന്ത്രാലയം. കോവിഡ് പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കി UAE. ക്വാറന്റീൻ നിയമങ്ങളിലടക്കം മാറ്റങ്ങൾ പ്രഖ്യാപിച്ച് DHA. ഷാർജയിൽ വിദൂര തൊഴിൽ സംവിധാനത്തിലേക്ക് മാറാൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അനുമതി. സ്പോർട്സ്. FA കപ്പിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് തകർപ്പൻ ജയം. സ്വാൻസി സിറ്റിയെ 1-3 ഗോളിനാണ് മാഞ്ചസ്റ്റർ സിറ്റി പരാജയപ്പെടുത്തിയത്. സ്പാനിഷ് കോപ്പ ഡെൽ റേ സെമി മത്സരത്തിൽ കരുത്തരായ ബാഴ്സലോണയെ അട്ടിമറിച്ച് സെവില്ല. ജയം മറുപടിയില്ലാത്ത 2 ഗോളിന്. ഓസ്ട്രേലിയൻ ഓപ്പണിൽ വനിതാ സിംഗിൾസിൽ ഇതിഹാസ താരം വീനസ് വില്യംസ് പുറത്ത്. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസിൽ 1ാം സീഡായ നൊവാക് ജോക്കോവിച്ച് 3ാം റൗണ്ടിൽ 4 സെറ്റ് പോരാട്ടത്തിനൊടുവിൽ ജോക്കോവിച്ച് പരാജയപ്പെടുത്തിയത് അമേരിക്കൻ താരം ഫ്രാൻസിസ് ടിഫോയെ. ലോക 3ാം സീഡ് ഡൊമിനിക് തീമും 3ാം റൗണ്ടിൽ. ISL ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FCയെ നേരിടും. 15 പോയിന്റുള്ള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ 10ാം സ്ഥാനത്താണ്. മത്സരം രാത്രി 7:30 ഗോവ ഫത്തോഡ സ്റ്റേഡിയത്തിൽ. ഫ്രഞ്ച് ലീഗിൽ പാരീസ് സെന്റ് ജെർമന് ജയം. സീനിനെ PSG പരാജയപ്പെടുത്തിയത് മറുപടിയില്ലാത്ത 1 ഗോളിന്. ജില്ലാ വാർത്ത.
തിരുവനന്തപുരം പൊഴിക്കരയിൽ ഓഖി പാർക്കിന്റെ നിർമ്മാണം പൂർത്തിയായി. പാർക്കിന്റെ ഉദ്ഘാടനം മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ നിർവഹിച്ചു. പാർക്ക് നിർമ്മാണം ഓഖി ചുഴലിക്കാറ്റിൽ ജീവൻ നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ സ്മരണാർത്ഥം. തിരുവനന്തപുരം വേളി വെട്ടുകാട് തീരദേശ മേഖലയിൽ ജാഗ്രത. ടൈറ്റാനിയത്തിലെ എണ്ണച്ചോർച്ചയെ തുടർന്നാണ് ജാഗ്രതാ നിർദ്ദേശം. മത്സ്യബന്ധനത്തിനും കടൽത്തീര സന്ദർശനത്തിനും താൽക്കാലിക വിലക്കേർപ്പെടുത്തി. കൊല്ലം പുല്ലൂർ താലൂക്ക് ആശുപത്രി നാടിന് സമർപ്പിച്ചു. നവീകരണം പൂർത്തിയാക്കിയത് ആധുനിക ചികിത്സാ സൗകര്യങ്ങളോടെ. പത്തനംതിട്ട ആറന്മുള ടൂറിസം ഡെസ്റ്റിനേഷൻ വികസന പദ്ധതി ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തുടക്കമായത് സത്രക്കടവിൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് സർക്കാർ അനുവദിച്ച 50 ലക്ഷം രൂപയുടെ വികസന പദ്ധതികൾക്ക്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് നാരകത്തറയിൽ 2 വ്യത്യസ്ത അപകടങ്ങളിൽ 2 പേർ മരിച്ചു. ബൈക്ക് യാത്രികരായ കാവാലം സ്വദേശി അജിത്, അരവിന്ദ് എന്നിവരാണ് മരിച്ചത്. ആലപ്പുഴ വട്ടക്കായലിൽ വിനോദയാത്രികരുമായുള്ള കായൽ യാത്രക്കിടയിൽ ഹൌസ് ബോട്ടിന് തീ പിടിച്ചു. സഞ്ചാരികൾ ബോട്ടിന് പുറത്തായിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം. കോട്ടയം ജില്ലയിൽ നടത്തുന്ന സാന്ത്വന സ്പർശ പരാതി പരിഹാര അദാലത്തിൽ പരിഗണിക്കുന്നതിനായി ലഭിച്ചത് 6711 അപേക്ഷകൾ. താലൂക്ക് അടിസ്ഥാനത്തിൽ നടത്തുന്ന അദാലത്തുകൾക്ക് മന്ത്രിമാരായ പി തിലോത്തമൻ, കെ കൃഷ്ണൻകുട്ടി, ഡോക്ടർ കെ ടി ജലീൽ എന്നിവർ നേതൃത്വം നൽകും. കോട്ടയത്ത് ശാസ്ത്രി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ഉണ്ടായ അറ്റകുറ്റപ്പണികൾക്കിടെ പൈപ്പ് ലൈനുകൾ തകരാറിൽ. ഇന്ന് SN ഹോസ്റ്റൽ റോഡ്, തളിക്കോട്ട എന്നിവിടങ്ങളിലെ ജല അതോറിറ്റി ടാങ്കുകളിൽ നിന്നുള്ള ജലവിതരണം മുടങ്ങും. കോട്ടയം നഗരസഭാ ശ്മശാനത്തിൽ മൃതദേഹങ്ങളോട് അനാദരവ് കാട്ടിയെന്ന് ആരോപണം. വൈദ്യുതി ശ്മശാനത്തിന് മുന്നിൽ 3 മൃതദേഹങ്ങൾ സൂക്ഷിച്ചത് മണിക്കൂറുകളോളമെന്നും പരാതി. ഇടുക്കി ജില്ലയിൽ കഞ്ചാവ് കടത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. പിടിയിലായത് കമ്പം സ്വദേശി വൈരമുത്തു. കഞ്ചാവ് പിടികൂടിയത് പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ. ഇടുക്കി നെടുങ്കണ്ടം കമ്പംമേട്ടിലെ കള്ളനോട്ട് കേസിന് പിന്നിൽ സേലം, ചെന്നൈ എന്നിവിടങ്ങളിലെ വൻ മാഫിയ സംഘമെന്ന് അന്വേഷണ സംഘം. കള്ളനോട്ട് സംഘങ്ങളുമായി ബന്ധം പുലർത്തിയവർ പോലീസ് നിരീക്ഷണത്തിലാണെന്നും അറിയിപ്പ്. ഇടുക്കി ഉടുമ്പൻചോലയിൽ ആയുർവേദ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാൻ സ്ഥലം അനുവദിച്ച് സംസ്ഥാന സർക്കാർ. 1000 കോടി രൂപ നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്ന ആശുപത്രിയുടെ നിർമ്മാണോദ്ഘാടനം ഉടൻ നടത്തും. എറണാകുളം ജില്ലയിൽ 2ാം ഘട്ട കോവിഡ് വാക്സിനേഷൻ നാളെ മുതൽ. 2ാം ഘട്ടത്തിൽ വാക്സിൻ നൽകുക മുൻനിര പോരാളികൾക്ക്. ജില്ലയിൽ വാക്സിൻ നൽകുക 28 സർക്കാർ കേന്ദ്രങ്ങളിലും 40 സ്വകാര്യ കേന്ദ്രങ്ങളിലും. എറണാകുളം കാക്കനാട് ലീഗൽ മെട്രോളജി ഭവനിൽ വാട്ടർ മീറ്റർ വെരിഫിക്കേഷൻ ലബോറട്ടറിയുടെ ഉദ്ഘാടനം നടന്നു. ലാബിൽ കുടിവെള്ള വിതരണത്തിനുള്ള വാട്ടർ മീറ്ററുകൾ പരിശോധിച്ച് കൃത്യത ഉറപ്പുവരുത്താം. കല്ലൂർക്കാട് കുമാരമംഗലം റോഡിന്റെ നവീകരണത്തിനായി തുക അനുവദിച്ചു. എറണാകുളം, ഇടുക്കി ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളിൽ ഒന്നാണ് ഇത്. തൃശൂർ ജില്ലയിലെ ഓട്ടുപാറ പാടശേഖരത്ത് വൻ അഗ്നിബാധ. തീ പടർന്നത് ഡോക്ടേഴ്സ് മെഡിക്കൽ സെന്ററിന് സമീപം ജനവാസ മേഖലയിൽ. തൃശൂരിൽ ഡ്യൂപ്ലിക്കേറ്റ് മൊബൈൽ സിം വഴി ബാങ്കിംഗ് തട്ടിപ്പ് നടത്തുന്ന യുവതി പിടിയിൽ. പിടിയിലായത് മുംബൈ സ്വദേശി നൂർജഹാൻ, അബ്ദുൽ കലാം ആസാദ് അൻസാരി. ന്യൂ ജനറേഷൻ ബാങ്കിലെ ശാഖയിൽ നിന്ന് 20 ലക്ഷത്തോളം രൂപ തട്ടിയത് 2020 ഡിസംബറിൽ. ഡൽഹിയിലെ കർഷക സമരത്തിന് ഐക്യദാർഢ്യവുമായി തൃശൂരിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി പ്രധാനമന്ത്രിക്ക് നാളികേരം അയച്ച് തൃശൂർ ജോസഫ് മുണ്ടശ്ശേരി മെമ്മോറിയൽ സഹകരണ ട്രെയിനിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ ഫേസ് ടു ഫേസ് ക്യാമ്പയിനുമായി യൂത്ത് ലീഗ്. പദ്ധതി ഉദ്ഘാടനം ചെയ്ത് പാണക്കാട് സയ്യിദ് മുനവർ അലി തങ്ങൾ. കരിപ്പൂരിൽ 36 ലക്ഷം രൂപ വിലമതിക്കുന്ന 866 ഗ്രാം സ്വർണം പിടികൂടി. ഷാർജയിൽ നിന്നെത്തിയ കണ്ണൂർ സ്വദേശി ഷഹബാസ് പിടിയിലായി. മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകല അക്കാദമി നാദാപുരം ഉപകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം സംഘടിപ്പിച്ചു. ഉപകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനിലൂടെ മന്ത്രി AK ബാലൻ നിർവഹിച്ചു. കോഴിക്കോട് SK പൊറ്റക്കാട് സാംസ്കാരിക കേന്ദ്രത്തിൽ മിനി തിയേറ്റർ കം ഒപ്പേറ ഹൌസിന്റെ ഉദ്ഘാടനം നടന്നു. തിയേറ്റർ ഒരുക്കിയിരിക്കുന്നത് സാംസ്കാരിക വകുപ്പിന്റെ സാമ്പത്തിക സഹായത്തോടെ. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാത ആധുനിക സൗകര്യങ്ങളോടെ നവീകരിക്കും. പ്രവൃത്തികൾ നടക്കുക 222 കോടി രൂപ ചെലവിൽ. വയനാട് കൈനാട്ടിയിൽ നിന്നും സ്കൂട്ടർ മോഷ്ടിച്ചയാൾ പിടിയിൽ. അറസ്റ്റിലായത് തിരുനെല്ലി സ്വദേശി ബിനോയ്. വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ ഡ്രൈവിംഗ് സ്കൂൾ അധ്യാപകർക്ക് പരിശീലനം നൽകി. പരിശീലനം നടന്നത് റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി. പരിശീലന പരിപാടി വയനാട് RTO S മനോജ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിൽ കേരള ജല അതോറിറ്റി പയ്യന്നൂർ സബ് ഡിവിഷൻ ഓഫീസുകളുടെ കെട്ടിടോദ്ഘാടനം നിർവഹിച്ച് C കൃഷ്ണൻ MLA. നിർമ്മാണം പൂർത്തീകരിച്ചത് 50 ലക്ഷം രൂപ ചെലവിൽ.
കണ്ണൂരിൽ നവീകരിച്ച ആലപ്പടമ്പ പേരൂൽ മാതമംഗലം റോഡ് മന്ത്രി ടി പി രാമകൃഷ്ണൻ നാടിന് സമർപ്പിച്ചു. റോഡ് നവീകരണം പൂർത്തീകരിച്ചത് 8 കോടി രൂപ ചെലവിൽ. കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം ഗവൺമെന്റ് ITI കെട്ടിടം മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കെട്ടിടം നിർമ്മിച്ചത് പെരിങ്ങോം PWD റെസ്റ്റ് ഹൌസിന് എതിർവശത്തായി സർക്കാർ അനുവദിച്ച 5 ഏക്കർ സ്ഥലത്ത്. നിർമ്മാണം പൂർത്തീകരിച്ചത് 3.5 കോടി രൂപ ചെലവിൽ. കാസർഗോഡ് ജില്ലയിലെ നവകേരള സ്മരണിക പച്ചത്തുരുത്ത് ഉദ്ഘാടനം ചെയ്തു. തുരുത്ത് ഒരുക്കിയിരിക്കുന്നത് ITIയുടെ പ്രവേശന കവാടത്തോട് ചേർന്ന് മിയാവാക്കി വനം മാതൃകയിൽ. കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരം വള്ളിക്കുന്ന് റോഡ് വികസനത്തിനുള്ള ഭൂമി ഏറ്റെടുക്കൽ 6 മാസത്തിനകം പൂർത്തിയാകും. ഇതിനായി സ്ഥലമുടമകളുടെ ആധാരം പരിശോധിക്കുന്നതിനുള്ള അദാലത്ത് പുരോഗമിക്കുകയാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് സ്പോർട്സ് ടൂർണമെന്റുകൾ സംഘടിപ്പിച്ചാൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് കാസർഗോഡ് ജില്ലാ കളക്ടർ. ജില്ലയിൽ രോഗികളുടെ എണ്ണത്തിലുള്ള കുറവ് കോവിഡ് പ്രതിരോധത്തിന്റെ ഫലമാണെന്ന് നോഡൽ ഓഫീസർ ജാഫർ മാലിക്. ജീത്തു ജോസഫ് മോഹൻലാൽ ചിത്രം ദൃശ്യം 2വിന്റെ ആദ്യ ഗാനം പുറത്ത്. സൈന മ്യൂസിക് ആണ് ചിത്രത്തിലെ ആദ്യ ഗാനം പുറത്തുവിട്ടിരിക്കുന്നത്. ഈ മാസം 19-ന് ആമസോൺ പ്രൈമിലൂടെ ചിത്രം റിലീസ് ചെയ്യും. സിദ്ധാർത്ഥ് ഭരതൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം ചതുരത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ റിലീസ് ചെയ്തു. റോഷൻ മാത്യുവും സ്വാസികയുമാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. അലൻസിയർ, ലേ ലോപ്പേഴ്സ്, ശാന്തി ബാലചന്ദ്രൻ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ. കർഷക സമരവുമായി ബന്ധപ്പെട്ട് ബോളിവുഡ് നടൻ നസറുദ്ദീൻ ഷായുടെ പേരിൽ പ്രചരിക്കുന്ന ട്വീറ്റുകൾ വ്യാജമെന്ന് കുടുംബം. താരത്തിന് ട്വിറ്റർ അക്കൗണ്ട് ഇല്ലെന്ന് വെളിപ്പെടുത്തൽ. നേരത്തെ നസറുദ്ദീൻ ഷായുടെ പേരിൽ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുകളും സജീവമായിരുന്നതായി കുടുംബം പരാതി നൽകി. മൊബൈൽ ടവർ സ്ഥാപിക്കാൻ ടെലികോം അതോറിറ്റി ടെൻഡർ ക്ഷണിച്ചതായി വ്യാജ വാർത്ത. NOC ലഭിക്കാനായി 12,500 രൂപ ആപ്ലിക്കേഷൻ ഫീസ് നൽകണമെന്നും പ്രചാരണം. ഇത്തരത്തിൽ യാതൊരു ടെൻഡറും പുറപ്പെടുവിച്ചിട്ടില്ലെന്ന് ടെലികോം അതോറിറ്റി വ്യക്തമാക്കി. ക്രിക്കറ്റ് താരം മഹേന്ദ്ര സിംഗ് ധോണി കർഷക സമരത്തിന് പിന്തുണയർപ്പിച്ച് ട്രാക്ടർ ഓടിച്ചുവെന്ന് പ്രചാരണം. പ്രചരിക്കുന്ന വാർത്തയ്ക്കും അതിനോടനുബന്ധിച്ച ദൃശ്യത്തിനും പിന്നിലെ യാഥാർത്ഥ്യം പരിശോധിക്കാം. കർഷക സമരവുമായി ബന്ധപ്പെട്ട് ക്രിക്കറ്റ് താരം സച്ചിന്റെ ട്വീറ്റ് വിവാദമായതിനെ തുടർന്ന് ധോണിയുടെ ദൃശ്യവും സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നു. ട്രാക്ടർ ഓടിക്കുന്ന ധോണിയുടെ ദൃശ്യമാണ് നിലവിലെ ചർച്ചാ വിഷയം. കർഷക സമരത്തിന് പിന്തുണയേകിയാണ് താരം ട്രാക്ടർ ഓടിക്കുന്നതെന്നാണ് വീഡിയോയ്ക്ക് നൽകിയിരിക്കുന്ന തലക്കെട്ട്. എന്നാൽ ഇതല്ല യാഥാർത്ഥ്യം. ധോണി ട്രാക്ടർ ഓടിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇത് കർഷക സമരവുമായി ബന്ധപ്പെട്ടല്ല. കർഷക സമരം ആരംഭിക്കുന്നത് 2020 ഓഗസ്റ്റിലാണ്. എന്നാൽ ഈ വീഡിയോ പുറത്തുവരുന്നത് 2020 ജൂണിലാണ്. കഴിഞ്ഞ വർഷം ജൂണിൽ മഹീന്ദ്രയുടെ സ്വരാജ് ട്രാക്ടർ ധോണി വാങ്ങിയിരുന്നു. ഇത് ഓടിച്ചു നോക്കുന്ന വീഡിയോയാണ് നിലവിൽ കർഷക സമരത്തിന് പിന്തുണയർപ്പിക്കുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്നത്. ഇപ്പോൾ കിട്ടിയ വാർത്ത. രാജ്യത്ത് പുതിയതായി 12,923 പോസിറ്റീവ് കേസുകൾ കൂടി. 24 മണിക്കൂറുടെ 108 മരണം. 11,764 പേർക്ക് കൂടി രോഗമുക്തി. മാണി സി കാപ്പൻ തയ്യാറായാൽ കൈപ്പത്തി ചിഹ്നത്തിൽ പാലയിൽ മത്സരിക്കാമെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മാണി സി കാപ്പൻ കോൺഗ്രസിൽ ചേർന്നാൽ സന്തോഷം. കാപ്പനുമായി ഔദ്യോഗിക ചർച്ചകൾ നടന്നിട്ടില്ലെന്നും മുല്ലപ്പള്ളി. UDF അധികാരത്തിലെത്തിയാൽ കേരള ബാങ്ക് പിരിച്ചുവിടുമെന്നും KPCC അധ്യക്ഷൻ. സ്വർണ്ണക്കടത്ത് കേസിൽ മുൻ ചീഫ് സെക്രട്ടറി M ശിവശങ്കറിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ജാമ്യം അന്വേഷണത്തെ ബാധിക്കുമെന്ന് എൻഫോഴ്സ്മെന്റ് സുപ്രീം കോടതിയിൽ പറഞ്ഞു. ചർച്ച പോലും നടക്കാത്ത കാര്യങ്ങളിൽ പരക്കുന്ന അഭ്യൂഹങ്ങളുടെ പിന്നാലെ പോകേണ്ടതില്ലെന്ന് AK ശശീന്ദ്രൻ. സീറ്റുകളിൽ വിട്ടുവീഴ്ച വേണ്ടിവരുമെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ അത്ഭുതപ്പെടേണ്ടതില്ല. മാണി സി കാപ്പൻ UDFിലേക്ക് പോകുമെന്ന് കരുതുന്നില്ലെന്നും AK ശശീന്ദ്രൻ. ടോക്കിയോ ഒളിമ്പിക് സംഘാടക സമിതി മേധാവി യോഷിറോ മോറി രാജിവെക്കാനൊരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. നീക്കം സ്ത്രീവിരുദ്ധ പരാമർശത്തെ തുടർന്നുള്ള പ്രതിഷേധങ്ങൾക്കിടെ. സ്ത്രീകൾ വളരെയധികം സംസാരിക്കുന്നുവെന്നും ശത്രുതയാണ് അവരെ നയിക്കുന്നതെന്നുമായിരുന്നു വിവാദ പരാമർശം. Number 1 election channel 24.